ടെലിവിഷനിലേക്ക് വരുന്നു, പിന്നീട് സിനിമയിലേക്ക്. അതെ. ഇത് വളരെ അവിചാരിതമായിട്ടായിരുന്നു, പ്ലാൻഡ് ആയിട്ട് സംഭവിച്ചതാണോ? ഈ സിനിമ എപ്പോഴും എല്ലാവർക്കും ഇതുപോലെ തന്നെ ലക്ക് ഫാക്ടറാണ് കൂടുതലും വേണ്ടത്. ഞാനിപ്പം ഇത്തരം ആളുകളെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഞാൻ? അപ്പോൾ പരിചയപ്പെടാൻ പറ്റിയ ഒരു ലക്ക് എനിക്കുണ്ടായി എന്നുള്ളതാണ്. പിന്നെ അതിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യില്ലായിരുന്നെങ്കിൽ ഈ സിനിമയിലേക്ക് വരുന്നത്, അതായത് ഇന്നാവുന്നത് ഈ പറയുന്ന പോലെ ഒന്ന് പ്രോജക്റ്റ് രൂപപ്പെട്ടതിന് ശേഷമായിരിക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ ടീം. ഇപ്പോൾ നമ്മളോട് നല്ല സൗഹൃദമുള്ള ആളുകളുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ ചേകവർ 2010 ചേകർ ചെയ്യണേക്ക് മുന്നേ ഞാൻ ചെയ്തത് കേരള കഫേ എന്ന സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെയാണ്. ഷാജി സാർ, സുരേഷ് ഗോപി സാറാണ്. ആ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഒരു പരിചയക്കാരൻ കാരണം ആ സ്റ്റുഡിയോയിൽ ഒരു വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചെല്ലുകയും അതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാനൊരു 2004 സംതിങ് ലൈക്ക് അങ്ങനെ ഞാൻ സീരിയൽസിൽ വളരെ തിരക്കുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഷിജു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിജു ഇഷ്ടമാണ് നൂറുകൂട്ടത്തിലേക്ക് നായകനാണ്. അപ്പം പുള്ളി തെലുങ്കിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പം ഞാനും പുള്ളിയും കൂടി ഒരു സീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമസ്കാരം. കാക്ടസ് മീഡിയയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സുജിത് വാസുദേവാണ്. സുജിത്തേട്ടാ, സ്വാഗതം. നമ്മൾ തുടങ്ങുന്നത് സുജിത്തേട്ടൻ്റെ സിനിമയിലേക്കുള്ള തുടക്കത്തിൽ നിന്ന് തന്നെ ആവാമെന്ന് വിചാരിക്കുന്നു. ടെലിവിഷൻ കുറച്ച് പുറകിലേക്ക് പോകാൻ, അതെ, കുറച്ച് പിറകിലേക്ക് പോയാൽ സംഗീത വിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ടെലിവിഷനിലേക്ക് വരുന്നു, പിന്നീട് സിനിമയിലേക്ക്. അതെ. ഇത് വളരെ അവിചാരിതമായിട്ടായിരുന്നു, പ്ലാൻഡ് ആയിട്ട് സംഭവിച്ചതാണോ? ഇല്ല, വളരെ പ്ലാൻഡായിട്ട് സംഭവിച്ചതാണ്. ഞാൻ ഇപ്പോഴും അന്നും എന്നും നമ്മൾ ആളുകൾ, നോർമലി ആയിട്ടുള്ള ആളുകൾ സിനിമയിലേക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അന്ന് എൻ്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റുഡിയോ തുടങ്ങുന്നു അവിടെ. എൻ്റെ പേര് സംഗീതവേഷൻ എന്നാണ്. സംഗീതവേഷൻ്റെ ബാനറിൽ അവർ വളരെ മുമ്പ് 1-2 ചെറിയ ചെറിയ പ്രോജക്ട്സ് ചെയ്തിരുന്നു. അപ്പോൾ അവരൊരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സ്റ്റുഡിയോ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ ഒരു പരിചയക്കാരൻ കാരണം ആ സ്റ്റുഡിയോയിൽ ഒരു വേക്കൻസി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചെല്ലുകയും അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാകുന്നത് മുതൽ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാവുകയും പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് ക്യാമറയിലാണ് പോകാൻ താല്പര്യമെന്ന് അത് അവരെ അറിയിക്കുകയും അങ്ങനെ അവരെ ക്യാമറയിലേക്ക് എടുക്കുകയൊക്കെ ചെയ്ത ഒരു പ്രോസസ്സിനകത്ത് നിന്നാണ് വരുന്നത്. ഫ്രം ദ സ്ക്രാച്ച്, വെരി സ്ക്രാച്ച്. പിന്നെയാണ് സീരിയലിലേക്ക്. അതെ, അത് അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മറ്റേ ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററീസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ ക്യാമറ അസിസ്റ്റൻ്റായി. ആദ്യം വെരി ലീസ്റ്റ് അസിസ്റ്റൻ്റായിരുന്നു. അന്ന് ഇപ്പോൾ കാണുന്നത് പോലെയല്ല, കുറച്ചുകൂടി ഹെവി വെയിറ്റ് ഉള്ള സാധനങ്ങളായിരുന്നു പൊതുവെ. അപ്പോൾ ഒരു 2 പേര് അല്ലെങ്കിൽ 3 പേര് എന്നുള്ളതാണ്. ഞാനതിൻ്റെ 3rd പേഴ്സൺ ആയിരുന്നു, പിന്നെ ഒരു 2nd പേഴ്സണായി, പിന്നെ 1st പേഴ്സണായി, ഫോക്കസ് പുള്ളറായി, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, ഒരു സ്റ്റെപ്പും വിട്ടിട്ടില്ല. അതിനുശേഷം പിന്നെ ചേകവർ 2010 ചേകർ ചെയ്യണേക്ക് മുന്നേ ഞാൻ ചെയ്തത് കേരള കഫേ എന്ന സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെയാണ്. ഷാജി സാർ, സുരേഷ് ഗോപി സാറാണ്. എല്ലാവരും കൂടിയുള്ളൊരു മൂവി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ആ മൂവിയാണ് ചെയ്തത്. അപ്പോൾ അതിന് എല്ലാവരും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. എൻ്റെ ഒരു ലൈറ്റിങ്ങും ആംഗിൾസും അനുഭവിച്ച കളേഴ്സും ഗ്രേഡിങ്ങും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തു. അന്നത് സെല്ലോഡിലാണ് ചെയ്തത്. അവിടെ നിന്നിട്ട് കേരള കഫയിൽ ആ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അപ്പം ഈ ടെലിവിഷനിൽ നിന്ന് പിന്നെ സിനിമയിലേക്കൊരു മാറ്റം അവിടെയാണല്ലോ സംഭവിക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നു ഞാനൊരു 2004 സംതിങ് ലൈക്ക് അങ്ങനെ ഞാൻ സീരിയൽസിൽ വളരെ തിരക്കുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഷിജു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിജു ഇഷ്ടമാണ് നൂറുകൂട്ടത്തിലേക്ക് നായകനാണ്. അപ്പം പുള്ളി തെലുങ്കിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പം ഞാനും പുള്ളിയും കൂടി ഒരു സീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഐ തിങ്ക് സ്വന്തം എന്ന് പറയുന്ന സീരിയൽ. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അവൻ എൻ്റെ ആംഗിൾസും ലൈറ്റിങ്ങും ഒക്കെ എടാ നീ മറ്റേ സിനിമ പോലെയാണല്ലോ എന്നൊക്കെ ചുമ്മാ നമ്മൾ കളിയാക്കിയൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു സിനിമ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞങ്ങളിതിനകത്ത് എത്തിപ്പെട്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അന്ന്
ഒരു തെലുങ്ക് സിനിമ പുള്ളിയുടെ ഒരു ഫ്രണ്ട് രാജേഷ് ടച്ചർവേർ ചെയ്യുന്ന ഒരു സിനിമ അതിൽ രാജരത്നം സാറായിരുന്നു ക്യാമറ. അപ്പോൾ രാജരത്നം സാറിനെ പരിചയപ്പെടുത്തി. രാജരത്നം സാർ എന്ന് പറയുന്നത് ഇന്ന് രവി കെ ചന്ദ്രൻ്റെ അസോസിയേറ്റ്, രവി ചന്ദ്രൻ സാറിൻ്റെ അസോസിയേറ്റാണ് രാജരത്നം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുറച്ച് ദിവസം നിൽക്കാം എന്ന് പറഞ്ഞൊരു ധാരണയിലായിരുന്നു. അപ്പം ഞാൻ അതിനു മുമ്പ് രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പി സുകുമാറിനെ അദ്ദേഹത്തിന് ഒരു 5 ദിവസം ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഓഫ് ചന്ദ്രകുമാർ സാർ, ചന്ദ്രകുമാർ സാർ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും സീരിയലിലേക്ക് വന്നു. നമ്മുടെ അരി വാങ്ങുന്ന ആയതുകൊണ്ട് സീരിയലിലേക്ക് വന്നു. പക്ഷേ 2004 കഴിഞ്ഞപ്പോൾ ഞാനത് ഡിസൈഡ് ചെയ്തു, ഓക്കെ നമുക്ക് തീരുമാനം ഇതാണ്, ഇനി ഇവിടെ നിൽക്കരുത്. അപ്പോൾ ഒന്ന് സീരിയൽ കട്ട് ഓഫ് ചെയ്തു. പൊതുവെ കുറച്ച് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ആ സമയത്ത് വളരെ നന്നായിട്ട് സംഭവിച്ചു. കാരണം ഞാൻ സീരിയൽ വർക്ക് ചെയ്യുന്നതിൻ്റെ അത്ര ഒരു പൈസ എന്തായാലും ഞാൻ ഇപ്പുറത്ത് വരുമ്പോൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. പിന്നെ അത് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നൊരു വരുമാനമായിരുന്നു. അത് വളരെ വളരെ തുടർച്ചയായിട്ടും വളരെ നല്ല വരുമാനമുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്താണല്ലോ തീരുമാനിക്കുന്നത്. അതെ. അപ്പോൾ പിന്നെ ഞാനൊരു ഏകദേശം ഒരു 9 സിനിമയോളം അദ്ദേഹത്തിനെയും ഒക്കെ അസിസ്റ്റ് ചെയ്തു മൊത്തത്തിൽ. അതിനുശേഷം അപ്പോൾ 9 സിനിമകളിൽ ഷാജി കൈലാസ് സാറിൻ്റെ സിനിമയുണ്ടായിരുന്നു, ഒരെണ്ണം 2 അല്ല 3. അതിൽ നിന്ന് ചിന്താമണി കൊലക്കേസ്, ബൂട്ട്സ്, പിന്നെ ചിന്താമണി കൊലക്കേസിൻ്റെ തന്നെ തമിഴ്, ഈ 3 സിനിമകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തു. ആ സമയത്ത് ഞാൻ ക്ലാഷ് വർക്ക് ചെയ്യാൻ എന്നെ ഷാജി സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിലൊക്കെ ചില ഫൈറ്റ്സൊക്കെ ഇവിടെ എടുക്കുമ്പോൾ അപ്പുറത്ത് ക്ലാഷ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു സെക്കൻഡ് യൂണിറ്റിനൊക്കെ വേണ്ടിയിട്ട് ഞാനും ഷാജി സാറും കൂടെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അന്നത്തെ ഓപ്പറേഷനിലും ലൈറ്റിങ്ങിലും ഒക്കെ അദ്ദേഹത്തിന് ഓക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു ചെറിയ സിനിമ എന്ന് പറയുമ്പോൾ എന്നെ പരീക്ഷിക്കാൻ പറ്റുന്ന, പുതിയ ഒരാളെ പരീക്ഷിക്കാൻ പറ്റുന്നൊരു ചെറിയ സിനിമയാണ്, വലിയ സിനിമ തരാതെ. അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം സക്സസ് ആയിരുന്നു ആ രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഷോർട്സ് കണ്ടിട്ടാണ് എന്നെ ലിജോ നായകൻ്റെ ക്ലാഷിന് വിളിക്കുന്നത്. നായകൻ്റെ ക്ലാഷ് ചെയ്തു. നായകൻ്റെ ക്ലാഷ് ചെയ്തപ്പോൾ ചേകവർ, ഇന്ദ്രജിത്തിൻ്റെ ചേകവർ ഓണായിരുന്നു പ്രോജക്റ്റ്. അപ്പോൾ ഇന്ദ്രജിത്തിനെ സജസ്റ്റ് ചെയ്തു ചേകവറിലേക്ക്. ഇന്ദ്രജിത്താണ് എനിക്ക് തോന്നുന്നു, ഇന്ദ്രജിത്തും ലിജോയും കൂടിയാണ് എന്നെ മറ്റേ ഇതിലേക്ക് സിറ്റോക്കൂടിലേക്ക് വീണ്ടും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലിജോ അതിൽ വന്നപ്പോൾ പൃഥ്വിരാജിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഇതൊരു കൈൻഡ് ഓഫ് ഈ സിനിമ എപ്പോഴും എല്ലാവർക്കും ഇതുപോലെ തന്നെ ലക്ക് ഫാക്ടറാണ് കൂടുതലും വേണ്ടത്. ഞാനിപ്പം ഇത്തരം ആളുകളെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഞാൻ. അപ്പോൾ പരിചയപ്പെടാൻ പറ്റിയ ഒരു ലക്ക് എനിക്കുണ്ടായി എന്നുള്ളതാണ്. പിന്നെ അതിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യില്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്തു പോകും. പരിചയം കൊണ്ട് മാത്രം കാര്യമല്ല. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരേണ്ട ഒരു സംഗതിയാണ്. ഇപ്പം സുജിത്തേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള സിനിമകൾ, ക്യാമറ ചെയ്തിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടയാളപ്പെടുത്തിയ സിനിമകളിലൊന്നാണ് മെമ്മറീസ്. ആ ശ്രേണിയിലുള്ള അത്തരം ജോണറുകളിലുള്ള സിനിമകൾ ചെയ്യുന്ന അതിൽ നിന്ന് പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ അമറക്ബർ, അന്തോണി പോലെയുള്ള ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്. വീണ്ടും എമ്പുരാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ പെട്ടെന്ന് വീണ്ടും ഇപ്പോൾ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തരം സിനിമ എന്നുള്ള ഒരു തോട്ട് പോയിന്റ് ഇല്ല, അല്ലെങ്കിൽ ആദ്യം മുതൽ അത് ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ഇതായിരുന്നു, എല്ലാ കാരണങ്ങൾ കൊണ്ടും. ഇപ്പോൾ ഞാൻ സംവിധാനം ചെയ്ത സിനിമകളും അങ്ങനെയാണ്. അതായത് ജെയിംസ് ആൻഡ് അലീസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര വേറൊരു തരം ഫിലോസഫി പറയുന്ന ഒരു സിനിമ ചെയ്തിട്ട് ഞാൻ രണ്ടാമത് ചെയ്ത സിനിമ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞൊരു വെരി ലോക്കൽ ഓറിയൻറ്റഡ് ആളുകളുടെ ഇടയിലേക്ക് കടന്നു കയറുന്നൊരു സിനിമയാണ്. അതിന് അത് വേറൊരു കഥയാണ്. ഐ ടെൽ യു ദാറ്റ്. മറ്റത് ഇതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇതൊരു ഒരേ സെയിം ജോണർ ചെയ്യരുതെന്ന് എപ്പോഴും ബോധപൂർവ്വം ഒരു സിനിമ കഴിയുമ്പോൾ വളരെ വളരെ ബോധപൂർവ്വം ചൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലക്ക് ഫാക്ടർ. അങ്ങനൊരു അവസ്ഥ ഉണ്ടെങ്കിലാണത് ബോധപൂർവ്വം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഹ്യൂമർ സിനിമ കഴിഞ്ഞാൽ അടുത്ത വേറൊരു സിനിമ ആയിരിക്കണം, അല്ലെങ്കിൽ അടുത്ത വേറൊരു ജോണർ ചെയ്യണം, വേറൊരു പാറ്റേൺ ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ സമയങ്ങളിൽ വരുന്ന സിനിമകളിൽ നിന്ന് അങ്ങനെ കംഫർട്ടബിളായിട്ടൊന്ന് സെലക്ട് ചെയ്യുക. ഞാൻ അന്നും ഇന്നും ഓൾമോസ്റ്റ് ഞാനൊരു 1-2 സിനിമകളാണ് സ്ക്രിപ്റ്റ് അധികം നോക്കാതെ എന്താ പറഞ്ഞാൽ ചെയ്തേക്കാം. ഭയങ്കര രസമുള്ള ചില സൗഹൃദങ്ങൾക്കകത്തും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലാതൊന്നുമില്ല. പക്ഷേ
അതും നല്ല സിനിമകളായിരുന്നു. നോക്കാത്തത് കൊണ്ട് നന്നായില്ല എന്നുള്ളതല്ല. അതല്ലാതെ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ എപ്പോഴും കഥ സ്ക്രിപ്റ്റ് എൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് അത് ഓക്കെ ആകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ചെയ്യാൻ ഉള്ള ശ്രമം നടത്തുക. ഈ സിനിമയിലേക്ക് വരുന്ന, അതായത് ഇന്നാവുന്നത് ഈ പറയുന്ന പോലെ ഒന്ന് പ്രൊജക്റ്റ് രൂപപ്പെട്ടതിന് ശേഷമായിരിക്കുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഡിപ്പെൻസ് ഓൺ ടീം. ഇപ്പോൾ നമ്മളോട് നല്ല സൗഹൃദമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ വളരെ നേരത്തെ എൻ്റെ സ്ക്രാച്ച് ലെവലിലിടാൻ ഇങ്ങനൊരു സംഭവം ആലോചിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിനകത്തിരുന്ന് ഡിസ്കസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും തോന്നുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഭയങ്കര സ്ക്രാച്ച് ലെവലിൽ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഗുണം, നമ്മുടെ സജഷൻസ് ഉണ്ടാവും, അവരുടെ സജഷൻസ് ഉണ്ടാവും, നമുക്ക് കൃത്യം ധാരണയുണ്ടാവും, ഓ എന്താണ് ഡയറക്ടർ ആഗ്രഹിക്കുന്നതെന്നൊരു ധാരണയുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് അതെങ്ങനെ ഭംഗിയാക്കാം എന്നൊരു തോന്നലിലേക്കും അതെങ്ങനെ ചിലവ് കുറച്ച് ഭംഗിയാക്കാം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ നമുക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റും. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ എല്ലാം ആയി ഫിക്സായി, ഡേറ്റൊക്കെ ഫിക്സായി, എന്നാൽ പിന്നെ ആര് സിനിമാറ്റോഗ്രാഫർ ഓക്കെ എന്നാൽ ഫിക്സ് ചെയ്യാം, ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ എല്ലാം ഫിക്സ് ചെയ്ത് കാണും. ഇപ്പം 3 മാസം മുമ്പ് 4 മാസം മുമ്പ് ചിലപ്പോൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ തന്നു കാണും. പക്ഷേ അതിൻ്റെ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് ഇപ്പോൾ ലൊക്കേഷൻ കാണാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അതായത് ഒരു 1 month or 1.5 month അല്ലെങ്കിൽ 2 months ബാക്ക് ഒക്കെയാണ് വീണ്ടും നമ്മൾ അതിനകത്തേക്ക് ഇന്നാവുക. ചിലപ്പം ചില വർക്കുകൾ നമ്മളപ്പുറത്ത് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കത്തില്ല. പക്ഷെ എന്നാലും പല സമയത്ത് ഇതിന് ഓവർ ഫോൺ നമുക്ക് ഇത് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ആ സിനിമയ്ക്കകത്ത് ഫുള്ളി ഇന്നായി കഴിഞ്ഞുള്ള ഗുണം ഭയങ്കര നമുക്ക് എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെ ഡെപ്തിൽ അത് ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഡെപ്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സംവിധാനം ചെയ്ത സിനിമകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സുധേട്ടൻ തന്നെ തീരുമാനിക്കായിരുന്നു ക്യാമറയും ഡയറക്ഷനും ഒരുപോലെ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഇതിനു മുമ്പ് ക്യാമറമാൻമാരായിട്ടുള്ള ആളുകൾ സംവിധായകരാകുമ്പോഴും അവർ വേറൊരു കംഫർട്ടബിൾ ആയിട്ടൊരു ക്യാമറമാനെ കണ്ടുപിടിക്കുന്ന ഇതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തീരുമാനം എടുത്തത് ആദ്യ സിനിമയിൽ മാത്രമല്ല, രണ്ടാമത്തെ സിനിമയിൽ അത് തന്നെയാണ് ചെയ്തത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കുമോ? ഇതിൻ്റെ ഒരു കംഫർട്ട് സോൺ എന്താണ്? നമ്മൾ ആ കഥ ആലോചിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ വിഷ്വൽസ് വരും. ആ വിഷ്വൽസിന് വേണ്ടിയിട്ട് ലൊക്കേഷനായിരിക്കും നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ലൊക്കേഷൻ കാണാൻ നമ്മൾ ആദ്യം ആരും ഇല്ലാത്ത സമയത്ത്, ഇപ്പം മഞ്ജു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയം ഞാൻ ജെയിംസ് ആൻഡ് ആലിസിൻ്റെ ലൊക്കേഷൻ പോയി ഞാനും മഞ്ജും കൂടി വെറുതെ യാത്ര ചെയ്ത് കുറേ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് മഞ്ജുവിന് ബോറടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പിന്നെ പല ലൊക്കേഷൻസും പല സ്ഥലങ്ങളും കാണാമെന്നുള്ളതുകൊണ്ടൊക്കെ അങ്ങനെ കറങ്ങി നടന്ന് ആണ് പല സ്ഥലങ്ങളും അതിനകത്തുള്ള മോസ്റ്റ് ഓഫ് ദി ലൊക്കേഷൻസ് അങ്ങനെ കിട്ടിയതാണ്. പൃഥ്വിരാജിൻ്റെ വീട് പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ എനിക്ക് ഇവിടെ കിട്ടിയത് തന്നെ, അത് കൊച്ചിക്കകത്ത് കിട്ടിയത്. അതല്ലാതെ അങ്ങനെ ഒരു പേഴ്സണൽ റെക്കി ഉണ്ടായിരുന്നു. അതെപ്പോഴും സംഭവിക്കുന്നുണ്ട്, എല്ലാ ഡയറക്ടേഴ്സിനും അതുണ്ടാവും തോന്നുന്നു, പൊതുവേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവർ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു കുട്ടി, സ്ത്രീകൾക്കൊരു കുട്ടി എങ്ങനെയാണോ അകത്ത് വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു ചെറിയ സാധനം സ്പാർക്ക് കിട്ടി, അതിനെ വളർത്തി അതിങ്ങനെ വളർന്നു വരുന്നത് നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇത് ആണായിരുന്നാൽ എങ്ങനെ, പെണ്ണായിരുന്നാൽ എങ്ങനെ എന്നൊരു ധാരണ നമുക്ക് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കൊടുക്കും. ആ പ്രിപ്പറേഷൻസാണ് ഈ റെക്കി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന സ്ഥലത്ത് പോയി ലൊക്കേഷൻ കണ്ടാൽ എന്നിട്ട് നമ്മളതൊന്ന് സ്വരൂപിച്ച് വെക്കും. ഇവിടെ നിന്ന് അവിടെ യാത്ര ചെയ്താൽ അങ്ങനെ ചെയ്താൽ എൻ്റെ എക്സ്പെൻസ് എന്തായിരിക്കും, അപ്പോൾ പ്രൊഡക്ഷനിൽ എത്ര കുറയ്ക്കാം കൂട്ടാം, ഇങ്ങനെ ഒരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് റെക്കി അങ്ങനെ പോകുന്നത് എപ്പോഴും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഞാൻ ചോദിച്ചത് ഈ ക്യാമറ സ്വയം ഈ ആദ്യം കണ്ടു തുടങ്ങുന്ന കാഴ്ചകൾ അങ്ങനെ അതുകൊണ്ടാണ്. ഞാനത് ഇടയ്ക്ക് വിട്ടുപോയി, ബ്രേക്കായി. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ, നമ്മളിത് എഴുതുമ്പോൾ, ആലോചിക്കുമ്പോൾ, ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ നമുക്കൊരു കൃത്യം ധാരണ കേട്ടോ, ഓക്കെ ഇങ്ങനെ ആയിരിക്കാം നമുക്ക് ഇവിടെ ലൈറ്റ് ചെയ്യേണ്ടത്, ഈ കളേഴ്സ് ആയിരിക്കണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അത് വേറൊരാൾക്ക് ഇതല്ല നമുക്ക് വേറൊരു കളർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ ബാക്കി ടോട്ടലി ഞാൻ ഉണ്ടാക്കി വെച്ചൊരു കോൺസെപ്റ്റ് ചിലപ്പോൾ പോകുമായിരിക്കാം. ആ പേടി ഉണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്കിങ്ങനെ, എന്നാൽ പിന്നെ ഞാൻ തന്നെ എന്നുള്ള തീരുമാനത്തിലേക്ക്. പിന്നെ ഞാൻ നല്ല ക്യാമറമാനെന്നാണ് പൊതുവെ പറയാറുണ്ട്.
അല്ല ഇത് ചിലപ്പോൾ വേറൊരു രീതിയിൽ പരീക്ഷ നോക്കാമെന്നൊക്കെ ചിലപ്പോൾ അടുത്ത ഘട്ടത്തിൽ തോന്നിയേക്കാം. ഇനിയും വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. ഇല്ല, ഒരു നിർബന്ധമില്ല. ഇനിയും ചില സിനിമകൾ എനിക്ക് സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണത്തിൽ എനിക്ക് ഞാൻ സിനിമാറ്റോഗ്രാഫി ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുള്ള അതിൻ്റെ കാരണം ഞാൻ ഇതുപോലെ തന്നെ കുറച്ച് നേരത്തെ ചില സാധനങ്ങൾ കണ്ടുപോയി. അതല്ലെങ്കിൽ മിക്കവാറും പലതും നമ്മുടെ വേറെ നല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് ആയിരുന്നെങ്കിൽ ആൾക്കാർ അങ്ങനെ ആരെങ്കിലും തന്നെ ചെയ്യണം. ഒരു മേൽനോട്ടം എനിക്ക് മതിയാവും, ബാക്കി അവർ ചെയ്തോട്ടെ എന്നുള്ള ധാരണയിലൊക്കെയാണ് ഞാനിങ്ങനെ സ്കാറ്റേഡാണ്. പക്ഷേ അതൊക്കെയാണ് നമ്മുടെ ഒരു ധാരണകൾ, ആശയങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സുജിത് വാസുദേവ് എന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഫിലിം ക്യാമറകളിൽ വർക്ക് ചെയ്തു, ഒരു ഘട്ടത്തിൽ ഡിജിറ്റൽ ക്യാമറകളിലേക്ക് മാറുന്നു. ഇപ്പോൾ പുതിയ സിനിമകളുടെ ഭാഗമായി ഐഫോണിൽ പോലും ഷൂട്ട് ചെയ്യുന്ന സ്റ്റേജുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ള സ്റ്റേജ് എന്താണ്? അതായത് ഞാൻ ചോദിക്കുന്നത് ലൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ചില ക്യാമറകൾ മെച്ചപ്പെടുന്നതാണോ അതോ ശരിക്കും ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ഫിലിമിലുണ്ടായിരുന്ന ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് കളർ ടോൺ ഒന്നും ഡിജിറ്റൽ ഇല്ല എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്, പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. ശരിക്കും ഇത് രണ്ട് ഉപയോഗിച്ച ആളെന്നുള്ള എനിക്ക്, ഇപ്പോൾ ഐഫോണിൽ ചെയ്യുന്ന ആളെന്നുള്ള എനിക്ക്, ഇതിനെ മൂന്നിനെയും എങ്ങനെ നോക്കി കാണുന്നു? ഇല്ല, ഐഫോൺ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു ഇപ്പം ഗോപ്രോ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ഗോപ്രോ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പല ആക്ഷൻ ക്യാമറാസ്, ചെറിയ ആക്ഷൻ ക്യാമറാസ് ഉണ്ട്, അത് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഐഫോണും. ഐഫോൺ മാത്രമല്ല, മറ്റ് ആൻഡ്രോയിഡ് ഫോൺസും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അതിനകത്ത് 4K എന്താണ് റെസൊല്യൂഷൻ എത്ര കൂടുതലുണ്ടോ അത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാതൊരു ഐഫോണിന് മാത്രമായിട്ട് അത് ഒക്കെ ഇറങ്ങുന്നു. അതെ, എനിക്ക് തോന്നുന്നു എന്താണ് എൻ്റെ പേര്, ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞ സിനിമ വളരെ മുമ്പ് അതിനകത്ത് കടലിൽ മാത്രം ചെയ്തൊരു സിനിമയുണ്ട്. PD-170 അന്ന് ചെയ്തിരുന്നത്. അന്ന് PD-170 എന്ന് പറയുന്നത് വെറും ന്യൂസ് കവറേജ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാമറ, തിയേറ്ററിലേക്കല്ല അത് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ ക്യാമറയാണ്. അപ്പം PD-170 അത്രയേ ഉള്ളൂ. അപ്പോൾ അന്നത് ചെയ്തപ്പോൾ നമ്മളൊരു 3 months 4 months നമ്മളൊരു സിനിമയ്ക്കകത്തേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആ സിനിമയ്ക്കകത്തേക്ക് ഇന്നായാൽ പിന്നെ അത് PD-170 ആണോ ഐഫോണാണോ മറ്റേതാണോ ഒന്നും കോൺഷ്യസ് അല്ല. നമ്മൾ ആ സബ്ജക്റ്റ് നമ്മളെ പിടിച്ചെടുത്തുമെങ്കിൽ പിന്നെ ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ചില സബ്ജക്റ്റുകൾക്ക് സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യും. അതായത് ഇത്തരം ഷാർപ്നെസ് ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്റ്റുകളുണ്ടാവും, ആ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ ഗ്രെയിൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവാം, ഷാഡോ ലെവൽ അത്ര വേണ്ട എന്ന് ഡിമാൻഡ് ചെയ്യുന്ന സബ്ജക്ട്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ടെക്നിക്കൽ ക്രൂ ഉണ്ടാവും അതിൻ്റെ പുറകിലാണ്. കളർഫുള്ളായിട്ട് വേണം തീരുമാനിക്കുന്ന ടെക്നിക്കൽ ക്രൂവോ സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ റോംകോമൊക്കെ മേ ബി ചിലപ്പം വളരെ കളർഫുള്ളായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് തന്നെ ഡിസാറ്റ് ചെയ്ത് വേറെ സാധനത്തിൽ ചെയ്യാൻ പറ്റും. ഇനി അത് തന്നെ മോണോക്രോം കളറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് ഒരു ഡിഫറൻ്റായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം. ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ മോണോക്രോമിനകത്തേക്ക് വരും നമ്മൾ. ഇപ്പോൾ രാംലീല എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മൾ അതുവരെ കാണാത്ത കളർ കോംബോയാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. സാധാരണ സിനിമകൾക്കകത്ത് ഉപയോഗിക്കാത്ത യെല്ലോ ആൻഡ് ബ്ലൂ ഭയങ്കര ഡിഫറെൻറ്റ്. പിന്നെ പിങ്ക് ആൻഡ് ബ്ലൂ, ബ്ലൂവിൻ്റെ തന്നെ ബ്ലൂവിൻ്റെ വേരിയേഷനാണ് ടോട്ടലി ഇത് യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ബ്ലൂ മാത്രമുള്ളപ്പോൾ അതിനകത്തൊരു ഗ്രീനിഷ് സാധനം കയറി വരും. ലൈറ്റ് തന്നെ വെരി ബ്ലൂ ഉള്ളപ്പോൾ പുറകിൽ നിന്നൊരു പിങ്ക് ലൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കോംബോ എല്ലാ സമയത്തും ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു പല സിനിമകളും അതിൻ്റെ ക്രിയേറ്റേഴ്സ് എങ്ങനെ ഡിഫറെൻ്റ് ആക്കാം എന്നുള്ള തീരുമാനത്തിനകത്തേക്ക് വരുമ്പോഴാണ് മാറുന്നത്. ക്രിയേറ്റേഴ്സ് ഇൻ ദ സെൻസ് എല്ലാവരും ചേർന്ന് അത്തരം ക്രിയേറ്റീവ് സൈഡെല്ലാം കൂടി ചേർന്നിട്ട് തീരുമാനിക്കാം. ഡയറക്ടറും നമ്മുടെ സിനിമാറ്റോഗ്രാഫർ, സ്ക്രിപ്റ്റ്സ് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ തീരുമാനിക്കപ്പെടുന്നതല്ലേ. ഇപ്പോൾ ഈ ഗ്രാൻഡ് ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഗ്രാൻഡ് ബുഡാപെസ്റ്റ് സിനിമയില്ല. അപ്പം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോ കോൺട്രാസ്റ്റ് പിങ്ക് ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൊതുവെ. ഇപ്പോൾ അമേലി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് ഗ്രീൻ ആൻഡ് റെഡ് മാക്സിമം അവർ വേറൊരു തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റേതായ ചില കാരണങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ബാർബി, അതിനകത്ത് ബാർബിയുടെ പിങ്ക് ആൻഡ് ബ്ലൂ വേറൊരു തരത്തിലുള്ള ഷെയ്ഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അങ്ങനെ എന്തോരം സിനിമകൾ നമ്മൾ കാണാം. പഴയ മെല്ലിനെ എന്തോ ആ ഒരു സിനിമ വേറൊരു തരത്തിലുള്ള വാം ടോൺസ് ഉപയോഗിച്ചിരിക്കുന്ന അങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ക്യാമറയും. ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അതുപോലെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ചില ഫാസ്റ്റ് ക്യാമറാസ്, ആക്ഷൻ ഫാസ്റ്റ് ക്യാമറാസ് ഉണ്ട്. ഇപ്പോൾ ഫ്രീ ഫ്ലൈയുടെ തന്നെ പുതിയ കുറച്ചുകൂടി ലൈറ്റ് കുറവ് വേണ്ടുന്ന ലെൻസസും ക്യാമറ അഡാപ്റ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. അതിപ്പോൾ മുമ്പൊരെണ്ണം ഉണ്ടായിരുന്നു, അത് മാറി ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാറി വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അത് പരീക്ഷിക്കുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തു നോക്കുക എന്നുള്ളത് തന്നെയല്ലേ വേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഐഫോൺസും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഥ നമ്മളെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഇതൊന്നും അറിയണ്ട. പിന്നീട് ഐഫോണിലാണോ, പിന്നീട് ഇതാണോ, ഐഫോണിൽ മാത്രം ഷൂട്ട് ചെയ്ത സിനിമകളും ഇവിടെ ഉണ്ട്. ഐഫോൺ മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ. ഒരു സിനിമ ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞിരുന്നു, അതായത് 32 ലെൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്ത സിനിമ. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഈ 32 ലെൻസ് മാത്രം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഇമ്പാക്റ്റ്, അതായത് നിങ്ങൾ 32 മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്നുള്ള ഇമ്പാക്റ്റ് ആളുകളിലേക്ക് കിട്ടുമോ, അതോ നിങ്ങൾ എന്തെങ്കിലും പരീക്ഷണത്തിന്, ഞാൻ പരീക്ഷിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവില്ല അത്. പക്ഷേ 32 എന്ന് പറയുന്ന ഒരു പക്ഷേ നമ്മളൊരു സാധനം ചെയ്യുമ്പോഴേ, ഇപ്പം PD-170 എന്തിനു ഉപയോഗിക്കണം, PD-170 വളരെ അടുത്ത് വെരി ഷോർട്ടർ ടൈമിൽ പെട്ടെന്ന് പാൻ ചെയ്ത് പിടിക്കുകയൊക്കെ ചെയ്യാനുള്ളൊരു എല്ലാം പേർപ്പസാണ് ആ സമയത്ത്. ഇപ്പം അനാർക്കലിക്കകത്ത് നമ്മൾ ഡ്രോൺ യൂസ് ചെയ്യുമ്പോൾ അന്ന് ഗോപ്രോയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തന്നെ സിമൂസ് എന്ന് പറഞ്ഞ ലെൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ഇപ്പോൾ ഉള്ളത്. ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയാണ് ഡ്രോൺ ഷോട്ട്സിന് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അന്നതില്ല. അന്ന് എനിക്കറിയാം, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ മണലും കടലും തമ്മിലുള്ളൊരു സ്ഥലം എന്ന് പറയുമ്പോൾ മണൽ ഭയങ്കര വെളുപ്പം, അവിടുത്തെ മണൽ. അപ്പോൾ ഈ വൈറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഇന്നർ കപ്പാസിറ്റി അതിൻ്റെ ഇതിനില്ല, സിസ്റ്റത്തിനില്ല. അപ്പോൾ ബ്ലീച്ചായി പോയിട്ടുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ DA സ്യൂട്ടിൽ ഒരുപാട് പണിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് ഐഫോണിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണിനകത്തോ പോലും നമുക്കത് കൺട്രോളബിളായിട്ട് SDR ഒക്കെ വർക്ക് ചെയ്ത് കൺട്രോളബിളായിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് കിട്ടുന്ന അവസ്ഥ ഇന്നുണ്ട്. നാളെ അത് വീണ്ടും മാറും. നാളെ അത് വേറൊരു തരത്തിലേക്ക് ഈ ഫോൺസൊക്കെ വേറൊരു അപ്ഗ്രേഡഡ് സാധനങ്ങൾ വരും. പിന്നെ ഫോണും മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഡെഫിനറ്റ്ലി ഇപ്പം DA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, അയ്യോ അത് അത്ര ശരിയായില്ലല്ലേ എന്നറിയാൻ പറ്റും. പക്ഷേ കാണുന്ന ഒരാൾക്ക് ചിലപ്പം ഇതൊക്കെ ഭയങ്കര ഒരു ചില പർട്ടിക്കുലർ വിഷ്വൽസിനൊക്കെ ആയിരിക്കും നമ്മൾ ഐഫോണൊക്കെ യൂസ് ചെയ്യുക. ചിലപ്പം ഇങ്ങനെ വണ്ടി പോകുന്നതിന്, അല്ലെങ്കിൽ ഒരു സാധനം പെട്ടെന്നൊരു സാധനം എടുത്ത് ഇങ്ങനെ പാൻ ചെയ്യുന്നതിന്. അപ്പോൾ അതൊക്കെ എൻ്റെ ആ വിഷ്വൽ ഡ്യൂറേഷനൊക്കെ ഭയങ്കര കുറവായിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ. ആ ഡ്യൂറേഷനിൽ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല എന്നുള്ളതാണ്. ഈ ടെക്നോളജി ഈ DAയിലും ഇപ്പോൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടല്ലോ അല്ലേ? നേരത്തെ പണിയെടുക്കുന്ന അത്ര DAയിലിപ്പോൾ പഴയതിനേക്കാളൊക്കെ വളരെ വളരെ ബെറ്ററായിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഡാവിൻസിയും ആണ് വളരെ മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ബേസ് ലൈറ്റ് പിന്നെ വീണ്ടും അതിന് പ്രയാലത്ത് വന്നു. രണ്ടിനും അതിൻ്റെ പർപ്പസും ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ രണ്ടും ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്ലഗിൻസ് കൂടുതലുള്ളത് മേ ബി ഡാവിൻസിലായിരിക്കും, ഷാർപ്നെസ് കൂടുതലുള്ളത് ബേസ് ലൈറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് മാറി യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉള്ളത്. അല്ല, ഈ സുജിത്തേട്ടൻ നമ്മുടെ ഫിലിം ക്യാമറയിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയ ഒരു ട്രാൻസിഷൻ ടൈം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഡിജിറ്റലുമായിട്ട് സംതൃപ്തി കിട്ടുക എന്ന് പറയുന്നത്, അതുമായിട്ട് ചേർന്ന അതിൻ്റെ ടെക്നോളജിയിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. ആ സമയം എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു അതിനകത്ത് ഫിലിം ഫോർമാറ്റിൻ്റെ ലാസ്റ്റ് കണ്ണികളിൽ ഒരാളാണെന്നാണ് തോന്നുന്നത്. ഞാൻ അസിസ്റ്റ് ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ഇത് തന്നെയായിരുന്നു, ഫിലിം തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ആദ്യത്തെ ഒരു 1-2 സിനിമകളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സിറ്റി ഓഫ് ഗോഡൊക്കെ സൂപ്പർ സെക്ഷനിലൊക്കെ ചെയ്തിരിക്കുന്നത്. ചേകവർ മറ്റേ ഇതിൽ തന്നെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾ മോസ്റ്റ്ലി അന്ന് റെഡിൻ്റെ ക്യാമറകൾ വന്നു തുടങ്ങുന്ന സമയത്ത് അതിന് റെഡിൻ്റെ ഫസ്റ്റ് ക്യാമറ മുതലുണ്ട്. എനിക്ക് പക്ഷേ കുറച്ചുകൂടി ഈസി ആയിരുന്നു. കാരണം ഞാൻ സീരിയൽസ് ചെയ്ത് വന്നതുകൊണ്ട് സീരിയൽസ് എല്ലാം ഡിജിറ്റലി ആയിരുന്നു. അപ്പോൾ അന്നത്തെ ബീറ്റ വേർഷനൊക്കെ മാറിയിട്ട് ഫുള്ളി ഡിജിറ്റലി ആകുന്നൊരു ഇമാറ്റിക് മാറി ഫുള്ളി ബീറ്റ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു ക്യാമറ വന്നു, 300 വന്നു, 300A വന്നു, 30 വന്നു.
അങ്ങനെയുള്ള സമയത്തായിരുന്നു അത്. അപ്പോൾ അത് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ എക്സ്പോഷർ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും പിന്നെ അതിനുവേണ്ടി ലൈറ്റിങ്സ് ബ്ലീച്ചാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നൽ വരാനും അത് കണ്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് മറ്റൊരിടത്തു നിന്ന് കിട്ടിയിരുന്നു. അപ്പം മേ ബി അത് ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് ക്യാമറ അസിസ്റ്റൻസ് ആയിരിക്കുമല്ലോ പല ആൾക്കാരുടെയും കൂടെ പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞു, സാർ നിങ്ങൾ എவ்வளோ சீக்கிரமாக இது எக்ஸ்போஷர் ஜட்ஜ் பண்ணுற அது எப்படி சார் அது? அப்போ ഞാൻ പറഞ്ഞു அப்படியே வேறு யாரும் பண்ணாது அது இல்லை சார். அவர் வந்து மற்ற இதெடுத்து அது ரீட் எடுத்து அதை எடுத்து இதெடுத்து ரொம்ப ரொம்ப கன்ஃபியூஸ் ஆகும் ஃபஸ்ட்டு சொன்னால் எனக்கு என்ன ஈஸினா அந்த ஏரியிலேருந்து வந்த சீரியல்ஸ்லேருந்து வந்தோம். இப்போ அதில் நான் இது தான் பண்ணிகிட்டு இருந்தோம். அப்போ அது வந்து இங்கே அடாப்ட் பண்ணுறதுக்கு ஜட்ஜ்மெண்ட்டு ஈஸியாக கிடைக்கும். அப்படியா இது സൂപ്പർ ജഡ്ജ്മെൻ്റ് എന്നാലും ഓക്കെ മേബി അന്നത് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നത് ഡെഫിനറ്റ്ലി ഞാൻ സീരിയൽസിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ. ലൈറ്റിങ്ങും കുറച്ച് ഈസി ആയിരുന്നത് അങ്ങനെയല്ല. ആ സീരിയൽസിനകത്ത് ഇത്ര സമയം ഇത്ര ഡ്യൂറേഷനെ അതായത് ഇതിന് മുതൽ നമുക്കൊരു ഭയങ്കര ഡ്യൂറേഷൻ കൊടുക്കണം അവിടെ. ഇൻ ദ സെൻസ് ഒരു ദിവസത്തിനകത്ത് ഒരു എപ്പിസോഡ് 1.5 എപ്പിസോഡ് അങ്ങോട്ട് ആകുന്നു ഞാൻ അവിടെ നിന്ന് പിരിയുന്ന സമയത്ത്. ആ അത്രയും എപ്പിസോഡിനകത്ത് ക്വാളിറ്റി അപ്പം മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ. എങ്കിലേ വേറൊരു കോമ്പറ്ററുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, പുറത്തൊരു പേരുണ്ടാവുള്ളൂ. സിനിമയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനകത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഓക്കെ ഇവനിങ്ങനെ ചെയ്യാൻ പറ്റും, സിനിമയിൽ വന്നാലും ചെയ്യാം, ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം മനസ്സിലുള്ളതുകൊണ്ട് കുറച്ച് പ്രീ പ്ലാൻഡ് ആയിരുന്നു അത് പിന്നെ അത് അങ്ങനെ ഒരു ഞാനൊരാൾ കോമ്പറ്റർ എൻ്റെ ഒരു എതിർ കക്ഷിയായിട്ട് ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നതിനേക്കാളും മുകളിൽ ചെയ്യുക എന്നുള്ളൊരു ചുമ്മാ ഒരു ഹെൽത്തി സാധനം. അതെനിക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടി. മറ്റേ പുള്ളി ഇത് അറിഞ്ഞിട്ട് പോലും അതില്ല. ഇപ്പം ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്ന പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ടെക്നീഷ്യൻസിനെ ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഫോക്കസ് പുള്ളർ അല്ലെങ്കിൽ ക്യാമറ അസിസ്റ്റൻസ് ആയിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിൽ വരുന്നവരെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരുന്നത്. അപ്പം പലപ്പോഴും അത് അവർ കംഫർട്ടബിൾ ആവാത്ത സിറ്റുവേഷൻസിൽ ബുദ്ധിമുട്ടാറുണ്ടോ? അല്ലെങ്കിൽ അത്തരം ഒരു ടീമിനെ ചൂസ് ചെയ്ത് മാക്സിമം അവരുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാറുണ്ടോ? എങ്ങനെയാണത് വർക്കിംഗ് പാറ്റേൺ? എനിക്കൊരു ടീമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ടീമുണ്ടോ എന്ന്. കാര്യം ഞാൻ സ്ഥിരമായിട്ട് ഒരു ടീമിനെ ഉപയോഗിച്ച് വർക്ക് ചെയ്യരുത് എന്ന് ആലോചിക്കുന്നൊരു കക്ഷിയാണ്. എൻ്റെ കാരണം തന്നെ ഇപ്പോൾ നമ്മളെപ്പോലെ ആയിരിക്കില്ല എല്ലാവരും. അപ്പം കുറച്ച് മാറി ചിന്തിക്കണമെന്ന് ആലോചിച്ചാൽ ആ മാറുന്ന ചിന്തകളുള്ള ആളുകളെ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതല്ലേ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഡെഫിനറ്റ്ലി കംഫർട്ട് സോൺ ഉണ്ടാകരുത് സിനിമയ്ക്കകത്ത്. നമ്മളിപ്പോൾ എന്ത് കാര്യത്തിന് കംഫർട്ടായിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അവരവരുടെ ജോലികൾ വളരെ പെർഫെക്റ്റായിട്ട് അവരവർ ചെയ്യുക എന്നുള്ള സാധനത്തിനകത്ത് നമ്മൾ കംഫർട്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ വിളിക്കാവൂ. അല്ലാതെ അതിന് വേണ്ടിയിട്ട് അയ്യോ എന്നാൽ പിന്നെ കസിനുണ്ട്, മാമൻ്റെ മോനുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാമൻ്റെ മക്കളൊക്കെ പുറത്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്ത് തരം റിലേഷൻഷിപ്പ് ആയാലും അതെല്ലാം പുറത്ത് മാറ്റി വയ്ക്കുക. സിനിമയ്ക്കകത്തേക്ക് കയറുമ്പോൾ ഓൺലി ആരാണോ എന്താണോ ചെയ്യുന്നത് അയാൾ ഇപ്പം സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ ഫോക്കസ് പുള്ളറായാൽ പോലും അത് ഫോക്കസ് പുള്ളർ ആ സമയം. അതിന് റിലേഷൻഷിപ്പ് അവിടെ ബാധകമാക്കരുത്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൂടെ കൂട്ടരുത്. അതാണ് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ശീലിക്കുന്ന എനിക്ക് ആഗ്രഹമുള്ള രീതി. കാര്യം അതിനകത്ത് കടപ്പാടോ കടമയോ അങ്ങനെയൊന്നും നമുക്ക് ബാധിക്കേണ്ട കാര്യമില്ല. ഒരു പ്രൊഡ്യൂസർ നമുക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുന്നുണ്ട്. ആ പൈസ മുടക്കുമ്പോൾ 101% അതിനകത്ത് റിലവബിളായിരിക്കണം. അത് നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ആ പാലനം നമുക്ക് തടസ്സപ്പെടുത്താൻ ഇത്തരം റിലേഷൻഷിപ്പ് ഇത്തരം ഒരു സാധനത്തിന് നമ്മൾ അനുവദിക്കരുതെന്നുള്ളതാണ് നമ്മുടെ പോളിസി. അല്ല അപ്പം ചിലപ്പം ഈ സിങ്ക് ആവാതെ പോകുന്ന ഘട്ടങ്ങളിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? സ്വാഭാവികമായിട്ടും നമുക്ക് ഔട്ട്പുട്ട് കിട്ടാത്തൊരു ടീമിലേക്ക് നമ്മൾ എത്തിപ്പെടില്ല. ഇനി എത്തിപ്പെട്ടാൽ ഇൻ കേസ് ഭയങ്കര നല്ലതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളെ കൊണ്ടുവച്ചിട്ട് അവർ ഭയങ്കര അബദ്ധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കൺട്രോൾ പോകുന്നൊരവസ്ഥയാണ്. എനിക്ക് അത്രയും ടോളറൻസ് ലെവലില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ബാക്കി ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ 100-300 പേരെ എപ്പോഴും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതുകൊണ്ട് ആ ടോളറൻസ് നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അവർ തന്നെ കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ട് തരാറുണ്ട്.
ചില സമയത്ത് നിവൃത്തിയൊന്നുമില്ല, പൊട്ടിപ്പോവും. പിന്നെ പല സമയത്ത് നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ ചില സമയത്ത് നമ്മുടെ കൺട്രോൾ വിട്ടു പോകും. അപ്പോൾ പിന്നെ എനിക്ക് അവരുടെ അടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്ജസും ഇല്ല കേട്ടോ. ഇതുവരെ സിനിമയിൽ ഇന്നേ വരെ ഒരു പേഴ്സണൽ ഗ്രഡ്ജുള്ള ആൾ പോലും ഇല്ല. പക്ഷേ വർക്കിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ദാക്ഷിണ്യം പ്രതീക്ഷിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ അത് അവരതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ വളരെ പ്രീ പ്ലാൻഡ് ആയിരിക്കും അവർ. ഇപ്പോൾ ഫോക്കസ് എടുക്കുന്ന കക്ഷിയാണെങ്കിൽ പോലും എവിടെ നിന്ന് വരും എന്ന് നമ്മൾ അസോസിയേറ്റിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് മാർക്കൊക്കെ അവർ തന്നെ ആദ്യമേ ഇട്ട് റെഡിയാക്കി വയ്ക്കും. അപ്പോൾ അതാണല്ലോ വർക്ക്. അപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നത്. എവറി മിനിറ്റ്, എവറി സെക്കൻഡ് നമുക്ക് വാല്യുബിൾ ആണ് അതിനകത്ത്, അല്ലേ? ഒരു ദിവസമൊക്കെ ഷൂട്ട് കണക്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എമ്പുരാൻ സിനിമയൊക്കെ ചെയ്യുമ്പോൾ 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയാണ് പെർ ഡേ എക്സ്പെൻസ്. ഒരു മിനിറ്റ് നമുക്ക് പോയി കഴിഞ്ഞാൽ 60, അല്ലേ? ആ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അയ്യോ ദൈവമേ ഇന്ന് പെയ്യരുതെന്ന്. അപ്പോൾ പ്രാർത്ഥന നമുക്ക് വെറുതെ ഇരിക്കാനല്ലല്ലോ വന്നത്, സത്യം. നമ്മൾ വർക്ക് ചെയ്യാനല്ലേ വരുന്നത്. അപ്പോൾ മഴ പെയ്താൽ നമുക്ക് പേടിയാണ്. ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്നതിനേക്കാളും അവലാതിയായിരിക്കും അയ്യോ എന്ന് നമുക്ക്. അന്നത്തേക്ക് മാത്രമല്ല, മഴ പെയ്താൽ അടുത്ത ദിവസവും ഇത് ബാധിക്കും. കാര്യം എന്തൊക്കെ ബാധിക്കും, ഇത് മുഴുവൻ ക്ലിയർ ചെയ്ത് മാറ്റി വീണ്ടും പുതിയ സെറ്റപ്പ് ചെയ്ത് കണ്ടിന്യൂറ്റി ബാധിക്കും. നമ്മുടെ വിഷ്വൽ ഇതിനെ ബാധിക്കും. ഒരു ഡസ്റ്റ് വേണ്ട സ്ഥലത്ത് മഴ വെള്ളം കെട്ടി കിടക്കുകയാണെങ്കിൽ ആ ഡസ്റ്റ് എങ്ങനെ നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ബാധിക്കും. വിഷ്വൽ മൊത്തത്തിൽ അങ്ങനെ ബാധിക്കില്ലേ? ഇപ്പോൾ എമ്പുരാനെ പറ്റി പറയുകയാണെങ്കിൽ, എമ്പുരാൻ്റെ ഒരു ഘട്ടത്തിൽ ഗുജറാത്തിലെ ഷൂട്ടിംഗ് സമയത്ത് കാർമേഘം മൂടിയിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പലപ്പോഴും അത് ഇത്തരം പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നോട്ട് പോക്ക് ഒരു പ്രശ്നമാകുന്ന സാഹചര്യങ്ങൾ, ഷൂട്ടിംഗ് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകണമല്ലോ. ഒരു വലിയ സംഘം ആളുകൾ അവിടെ എത്തി ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ ദിവസവും ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. അപ്പം അവിടെ നിന്നൊരു ക്യാമറാമാൻ ഉണ്ടാകുന്നൊരു പ്രഷറുണ്ടല്ലോ. അതിനപ്പുറം ഇത് ഒരു സൈഡിൽ നിന്നുണ്ടാകുന്ന പ്രഷറിനപ്പുറത്തേക്ക് മാനസികമായിട്ട് സ്വയം ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ ഇത് ലൈറ്റ് വെച്ചിട്ട് മേക്ക് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ ഞാനത് അന്നത്തെ സമയത്തൊക്കെ ശ്രമിച്ചിരുന്നു. ഈവൻ മണ്ടത്തരമാണെന്നൊക്കെ അറിയാം, എന്നാലും ഇപ്പോൾ ഈ ലഡാക്കിൽ നമ്മൾ ശ്രമിച്ചിരുന്നു. അതായത് ലൈറ്റ് പോയാൽ, അത് 3 മണി വയ്ക്കും ലൈറ്റ് പോവും. ലൈറ്റ് പോയാൽ അത് റിക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അത്രയും റിക്രിയേറ്റ് ചെയ്യാൻ, ആ സൺലൈറ്റ് റിക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്ന യൂണിറ്റ് പോരാ. എന്നാൽ പോലും നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം അത്ര എന്നാൽ ക്ലോസപ്സ് ഒക്കെ ഒരു 3-4 ക്ലോസപ്സ് അങ്ങനെ ലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് പക്ഷേ അത്ര പെർഫെക്റ്റ് ആവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ DAയിൽ അത് മാനേജ് ചെയ്ത് കൊണ്ടുവരും. ആ ടോൺസ് മാനേജ് ചെയ്ത് കൊണ്ടുവരും. ഇവിടെയും അത് തന്നെ, ഗുജറാത്തിലെ പ്രോബ്ലം അത് തന്നെ. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 മിനിറ്റുള്ളൊരു സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു നല്ല സമയം വേണം, അല്ലേ? ആ 4 മിനിറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതൊരു നമുക്ക് സൺലൈറ്റ് കയറാത്ത ഒരു സമയം എന്നാണ്. പക്ഷേ ഓപ്പൺ എയറാണ്, സൺലൈറ്റ് കയറാത്തൊരു സമയം. അതാണ് നമ്മുടെ കഥയിൽ ആ സീക്വൻസ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സൺലൈറ്റ് നമ്മൾ കട്ടാവണം, എന്നാൽ നമുക്ക് ലൈറ്റ് വേണം. അതെ ഫുള്ളി അതൊരു ഭയങ്കര ചലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു നമുക്ക്. അപ്പോൾ അവിടെ നമ്മൾ എത്തിപ്പെടുമ്പോൾ മുഴുവൻ ഫുൾ സൺലൈറ്റ് ഇങ്ങനെ അടിച്ച് കയറി കിടക്കുക. ഇപ്പോൾ രാവിലെ സൂര്യൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ലൊക്കേഷനെങ്കിൽ ക്രോസ് ആയിട്ട് പോകണം. നമ്മൾ ക്യാമറ ഇവിടെ വയ്ക്കുമ്പോൾ ഇവിടുന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സണ്ണ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഫുൾ ടൈം നമ്മുടെ ആ ബിൽഡിംഗ് ബ്രൈറ്റ് ആയിരിക്കും. ആ ബ്രൈറ്റ്നെസ്സും ആളുകൾ നിൽക്കുന്ന സ്ഥലവും ആ ഒരു ഏരിയയും ഏകദേശം 2-2.5 ഏക്കറില്ലേ? പിന്നെ ആ 2-2.5 ഏക്കർ ഏത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം, ബാക്കി ഫുള്ള് എനിക്കൊന്ന് 4-5 ഏക്കർ ഉണ്ടാവും. ആ 2-2.5 ഏക്കർ നമ്മൾ കവർ ചെയ്യുക, സൺലൈറ്റ് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിരുന്നത്. അത് നമ്മുടെ വലിയ ക്രെയിൻസും മറ്റേതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു 4 കൊണ്ട് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് അല്ല, എന്നിട്ട് തന്നെ എന്തോ ഒരു എക്സ്പെൻസ് ആയി. അപ്പം ഞാൻ അത് ഫുള്ള് കവർ ചെയ്യാൻ വേണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് വീണ്ടും ഒരു മിനിമം ഒരു 4 ക്രെയിൻ കൊണ്ട് വേണം. ആ 4 ക്രെയിൻ കൊണ്ട് വന്നാൽ പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് ഡബിൾ ആവും. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്ത് മലയാള സിനിമയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അത് മാനേജ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകുന്നത്. മേ ബി ഇപ്പോൾ ഹിന്ദി സിനിമയായാലും മേ ബി ഇത് തന്നെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. കാര്യം എന്തായാലും ഒരു കോസ്റ്റ് കട്ടിങ് ആണ് നമ്മളെപ്പോഴും നമ്മളൊന്ന് മുൻനിർത്തി ആലോചിക്കേണ്ടത്. പിന്നെ
കാര്യം നമുക്ക് അൺലിമിറ്റഡ് പരിപാടികൾ എന്ന് പറയുന്നതിനകത്ത് മേ ബി ഇപ്പം നോളൻ്റെ സിനിമകൾ അല്ലെങ്കിൽ രാജമൗലി സാറിൻ്റെ സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഓക്കെ ഗ്യാരണ്ടി റിട്ടേൺസ് ഗ്യാരണ്ടി എന്ന് പറയുന്ന സിനിമകൾ ചെയ്യുമ്പോൾ ഓക്കെ ഫസ്റ്റ് ഡേ ഇനിഷ്യലി തന്നെ ഇതിനൊക്കെ പേര് പൊക്കോളും. പക്ഷേ അതല്ല നമ്മളൊരു ഇത്ര രൂപയാണ് ചിലവാക്കാൻ പറ്റുന്ന ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അവിടെ പക്ഷെ അതിൻ്റെ 3 ഇരട്ടി പൈസയ്ക്കാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം നമ്മൾ അവിടെ ശ്രദ്ധിക്കുക. അതിൻ്റെ ഭാഗത്തുനിന്ന് 100% അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് 170 ദിവസമാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, നമുക്കറിയാം. അതെ, 143-ാം ദിവസം നമ്മൾ റാപ്പ് ചെയ്തു അല്ലേ. അത് എത്ര ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മര്യാദയ്ക്ക്. ഉറപ്പായിട്ടും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ എണ്ണി നോക്കാം. 140 ദിവസങ്ങളിൽ ഇത്ര ഇതോ ഇതിനകത്ത് വരുന്ന ദിവസങ്ങളേ ഉണ്ടാവുള്ളൂ ഉച്ചയ്ക്ക് ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ദിവസം എന്തുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നു ഇപ്പോഴും? അത് അങ്ങനെ ചെയ്താലാണ് നമുക്കൊരു ഈ 143 ഡേയ്സിനകത്ത് തീരുള്ളൂ എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട്. ഇപ്പോൾ എത്രത്തോളം ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കപ്പെടുക എന്നുള്ളതാണ്. എന്നിട്ട് പോലും ആ ഗുജറാത്തിൽ മഴ പെയ്തിട്ട് നമ്മുടേതല്ലാത്ത വിഷയങ്ങൾ കൊണ്ട് 6 ദിവസം നമുക്ക് പോയി. അതെ അതെ. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അതെ സ്കെഡ്യൂൾ എന്നിട്ട് വീണ്ടും വരുന്നു. അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ശ്രമിക്കുക അതിൻ്റെ എന്നുള്ളത്. അതെ, ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയ്ക്ക് വലിയ രീതിയിൽ അടയാളപ്പെടുത്തിയ അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കായിരുന്നു മെമ്മറീസ്. ഓക്കെ. മെമ്മറീസ് അതിൽ പലപ്പോഴും വൈറലായിട്ടും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും റീൽസിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസാണ് ആ മഴയത്ത് ലാലേട്ടൻ ഓടി വരുന്ന ആ സീൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഓടുന്നതിനിടയിൽ വെളിച്ചമുണ്ട്, പിന്നെയും ഇരുട്ടാണ്, പിന്നെയും വെളിച്ചമാണ്. അപ്പോൾ ആ ട്രാൻസിഷൻ കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തത് അങ്ങനെ തന്നെയാണോ അതോ എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ, ആ ഷോട്ടിന് പിന്നിൽ? അത് പ്ലാൻ ചെയ്യല്ല, അത് അതിനും അയാളിനും കൂടി ചേർത്തിട്ടാണ് അവാർഡ് ആ വർഷം കിട്ടിയത്. എന്തുകൊണ്ട് അവർ അവാർഡ് തന്നപ്പോൾ ഇവരെടുത്ത് പറയും, ഈ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിക്കകത്ത് ഈ ലൈറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ആളുകൾ, നമ്മുടെ അസിസ്റ്റൻസ്, ലൈറ്റ് യൂണിറ്റ്, ക്രെയിൻ, അങ്ങനെ കുറച്ച് ആളുകൾ, അവരുടെ അടുത്തൊരു കാര്യം പറഞ്ഞാൽ അവർ ഒരു എക്സ്ക്യൂസ് അതിന് പറയത്തില്ല. ഇനി അത് ഇവിടെ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ട്രാക്ക് ഇടണം എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ കിടക്കുന്ന സ്ഥലം ഇതുവരെ കൊണ്ടെത്തിച്ചിട്ട് ബാക്കി എന്തൊക്കെയോ ചെയ്ത് ട്രാക്ക് ഇട്ട് തരും അല്ലേ. അയ്യോ അത് താഴ്ന്ന് കിടക്കുക, ഒരു എക്സ്ക്യൂസ് അവർ പറയത്തില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി സിനിമ. മരത്തിൻ്റെ ഏറ്റവും മുകളിലൊരു നമ്മൾ മരത്തിൻ്റെ മുകളിൽ ചില സമയത്ത് കെട്ടേണ്ടി വരുന്ന ലൈറ്റ്, നോളജ്, ഈ സിനിമാറ്റോഗ്രാഫിയെ കുറിച്ചാണെങ്കിലും ക്യാമറ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചാണെങ്കിലും പിന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്യൂം സെൻസും കളർ സെൻസും ഒക്കെയുള്ള ഒരു പ്രസ്ഥാനമാണ് മിസ്റ്റർ പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ എസ്തെറ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിനിമയെ സമീപിക്കുന്ന രീതി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിനിമയ്ക്കകത്തു നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ് അച്ചീവ് ചെയ്യുന്ന ഒരാൾ എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും. എത്രയോ വർഷം മുമ്പ് പറഞ്ഞു എനിക്കൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവണം, ഞാൻ ചെയ്യുന്ന സിനിമകളുണ്ടാകും, ഇങ്ങനെ ഒരു സാധനം എനിക്ക് മലയാള സിനിമയെ വേറൊരു ലെവലിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം. മലയാള സിനിമയെ വേറൊരു ലെവലിൽ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്തിപ്പെട്ടു ആക്ച്വലി. അതായത് ഇവിടെ ഞാൻ നിന്നാൽ എന്താണ് സംഭവിക്കുക? വീണ്ടും ഞാൻ ഡെസ്പറേഷനിലേക്ക് പോകത്തേ ഉള്ളൂ. സോ എനിക്ക് മനസ്സിലായത് അതാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ അവിടെ ഉണ്ടാവണം എന്ന് എൻ്റെ അവസ്ഥ രാജുവിന് അറിയാം. കാര്യം ഒരു ഷോട്ട് പോലും ഞാൻ അറിയാതെ പോകരുതെന്ന് എനിക്ക് ധാരണയുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്നെ അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതൊന്ന്, ഞാനിവിടെ നിന്ന് ഡെസ്പറേറ്റ് ആകരുതെന്നുള്ള രണ്ടാമത്തെ കൺസേൺ. ഇത് രണ്ടും അതിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അതൊരു നോർമൽ ഫ്രണ്ട്ഷിപ്പിനകത്ത് അത് കിട്ടില്ല. അതൊരു കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ളൊരു ഫ്രണ്ട്ഷിപ്പിനകത്ത് അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ള കൺസേണിനകത്ത് അത് കിട്ടും. സോ